ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഒരു ചെറിയ റീഡിംഗ് ആണേ. എവിടം വരെ പോകുമെന്നറിയത്തില്ല, ചെറിയ റീഡിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ എന്ത് ചെയ്യാൻ, എല്ലാവരും പറയുന്നുണ്ട് റീഡിങ് കൂടുന്നുണ്ട് എന്നൊക്കെ. മറ്റു ചിലവർക്ക് റീഡിങ് കൂടുന്നതാണ് ഇഷ്ടം. എന്തായാലും പോണെടുത്തോളം പോട്ടെ. ഓക്കെ, നമുക്കിന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് നോക്കണേ, ഒരു കുഞ്ഞ് റീഡിംഗ് ആണ്. ഈ വീഡിയോ കാണുന്ന വ്യക്തികളിൽ ബ്ലാക്ക് എനർജി, ബ്ലാക്ക് മാജിക് അല്ല, ബ്ലാക്ക് എനർജി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്തെങ്കിലും ബ്ലാക്ക് എനർജി നിങ്ങളുടെ റിലേഷനിൽ ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വീഡിയോ കാണുന്ന ഈ വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പ് തകർക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ബ്ലാക്ക് എനർജി ഉണ്ടോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്തെങ്കിലും ബ്ലാക്ക് എനർജി ഉണ്ടോ? എൻ്റെ ഈ വീഡിയോ കാണുന്ന വ്യക്തികളുടെ റിലേഷൻ തകർക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ബ്ലാക്ക് എനർജി അവരുടെ ലൈഫിലുണ്ടോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തെങ്കിലും ബ്ലാക്ക് എനർജി ഉണ്ടോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തെങ്കിലും ബ്ലാക്ക് എനർജി ഉണ്ടോ? താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. കിങ് ഓഫ് വാണ്ട്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ക്വീൻ ഓഫ് സോർഡ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ വീഡിയോ കാണുന്ന വ്യക്തികളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ബ്ലാക്ക് എനർജി ഉണ്ടോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഈ വീഡിയോ കാണുന്നവരുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ബ്ലാക്ക് എനർജി ഉണ്ടോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഈ വീഡിയോ കാണുന്നവരുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ബ്ലാക്ക് എനർജി ഉണ്ടോ? ഓക്കെ, നോക്കാം നമുക്ക്. മൊമെൻറ്റ് ടു മൊമെൻറ്റ് ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഏസ് ഓഫ് വാണ്ട്സ് ആണ് വന്നിരിക്കുന്നത്. എലോൺസിനെ നോക്കട്ടെ. ഡെത്ത് തീർച്ചയായിട്ടും ഉണ്ട് കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ ബ്ലാക്ക് മാജിക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നല്ലൊരു ടാരോ റീഡറിനെ കണ്ട് അതിനുള്ള പോം വഴി നോക്കുക. ഓക്കെ, എന്തായാലും നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് രണ്ട് മനസ്സോടുകൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാറിപ്പോകുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ റിലേഷൻ ഡെത്തായി പോകുന്നതിന് വേണ്ടിയിട്ട്, ഡെത്താണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻ ഡെത്തായി പോകുന്നതിന്, നിങ്ങൾ ഒറ്റപ്പെടുന്നതിന് വേണ്ടിയിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് മൊത്തം നോക്കുക. ബ്ലാക്ക് ആണ്. ഓക്കെ, ഹെർമിറ്റിൻ്റെ കാർഡാണത്. എലോൺസ്. നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഡെത്ത് തന്നെ, ആ കാർഡിനെ എലോൺസിനെ ക്ലാരിഫൈ ചെയ്ത് വന്നത് ഡെത്താണ്. അതിൽ കൂടുതൽ ഇനിയൊരു ക്ലാരിറ്റി വേറെ വേണ്ട. ഓക്കെ, തീർച്ചയായിട്ടും ഈ വീഡിയോസ് കാണുന്ന ആരുടെ എനർജി ആണെന്ന് അറിയത്തില്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നിങ്ങളത് എത്രയും പെട്ടെന്ന് അത് മാറ്റുന്നതിനുള്ള കാര്യം നോക്കുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. ഓക്കെ, റിയാക്ടർ വന്നിട്ടുണ്ട്, മൊറാലിറ്റി വന്നിട്ടുണ്ട്, അബണ്ടൻസ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നന്മകളെയും തടുത്ത് വെക്കുകയാണ് കേട്ടോ. എന്തായാലും അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് മാറ്റുക. നന്മകളെ തടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. റിയാക്ടറിനെ നോക്കട്ടെ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. റിയാക്ടറിനെ നോക്കട്ടെ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ദ കിങ് ഓഫ് പെൻഡിക്കിൾ. മൊറാലിറ്റി. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഞാൻ ബ്ലാക്ക് എനർജിയാണ് നോക്കുന്നത്, അതുകൊണ്ടാണ് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. മൊറാലിറ്റി. ഓക്കെ, നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ,
ഇത് ഞാൻ ഇതിൻ്റെ അകത്ത് നമ്പേഴ്സ് പറയാം, നിങ്ങൾക്ക് അത് റെസനേറ്റ് ആകുന്നതെന്ന് നോക്കിക്കോണം. അബണ്ടൻസ് നിങ്ങൾ നഷ്ടപ്പെട്ടു. 2 ഓഫ് ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഉണ്ട് കേട്ടോ. കാണുന്നതിൽ ഏറ്റവും മിക്ക ആൾക്കാർക്കും ഉണ്ട് എന്ന് തന്നെ പറയാം. നിങ്ങളുടെ റിലേഷനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് എനർജി ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് എനർജി ഉണ്ട്. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 2 നമ്പർ വന്നിട്ടുണ്ട്. 1 നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന നോക്ക്. ജനുവരി മാസം, ഫെബ്രുവരി നമ്പർ 2 ആണ്. 9 വന്നിട്ടുണ്ട്. 9 13 വന്നിട്ടുണ്ട്. 4 വന്നിട്ടുണ്ട്. ഏപ്രിൽ മാസം നിങ്ങളുടെ പേഴ്സൻ്റെ നമ്പർ ഇതോ നിങ്ങളുടേതോ വേണം. ഏപ്രിൽ മാസം വന്നിട്ടുണ്ട്. 4 നമ്പർ വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെയോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആകാൻ സാധ്യതയുണ്ട്. ഓക്കെ ഓക്കെ 3 വന്നിട്ടുണ്ട്. മാർച്ച് മാസം. 7 വന്നിട്ടുണ്ട്. ജൂലൈ മാസം. ഓക്കെ, ചെറിയ ബ്ലാക്ക് എനർജിയൊക്കെ ആണെങ്കിൽ, വലിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ല. ഞാനൊരു ചെറിയ ബ്ലാക്ക് എനർജിയൊക്കെ ആണെങ്കിൽ എനിക്കറിയാവുന്നത്, ഞാൻ ചെയ്തിട്ടുള്ളതല്ല, ഞാൻ മറ്റുള്ളവർ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഇംഗ്ലീഷ് ടാരോ റീഡിങ്ങിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഞാൻ അത് നിങ്ങൾക്ക് ഹെൽപ്പ് ആകുമെങ്കിൽ ഞാനത് പറഞ്ഞേക്കാം. പക്ഷെ പവർഫുള്ളാണത്, ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു എനർജി തന്നെയാണത്. നിങ്ങൾക്ക് 100% അതിനെ വിശ്വസിക്കാം. ഇതെങ്ങനെയാണ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിനിറ്റ്, എന്തായാലും ഉണ്ട് കേട്ടോ. റിലേഷൻഷിപ്പിന് എതിരായിട്ട് ഒരു ബ്ലാക്ക് എനർജി ഉണ്ട്. ഒന്നെങ്കിൽ വിളിദോഷമായിരിക്കാം, ചിലപ്പോൾ നേർച്ചകളായിരിക്കാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമല്ലോ. നേർച്ചകളായിരിക്കാം. പവർഫുള്ളായിട്ടുള്ള കാര്യം ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ വിശദമായിട്ട് പേഴ്സണൽ റീഡിംഗ് എടുത്തെങ്കിൽ മാത്രമേ അത് അറിയാൻ കഴിയുള്ളൂ കേട്ടോ. പേഴ്സണൽ റീഡിംഗ് എടുത്തെങ്കിൽ മാത്രമേ അക്കാര്യം അറിയുള്ളൂ. പേഴ്സണൽ റീഡിംഗ് എടുക്കുക. പേഴ്സണൽ റീഡിങ് കുറച്ച് നല്ല എഫേർട്ട്, നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് എടുപ്പിക്കുക കേട്ടോ. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വൈറ്റ് ഷീറ്റ്, വരയെന്നുള്ളതല്ല, ഇതുപോലെ വെള്ള ഷീറ്റാണ് എടുക്കേണ്ടത്. വെള്ള ഷീറ്റ് എടുത്തതിന് ശേഷം നിങ്ങളുടെ പേഴ്സൻ്റെ പേര് എഴുതുക. ഓക്കെ, ഇപ്പം പേഴ്സൻ്റെ പേര് ഞാനിപ്പം പേഴ്സൻ്റെ പേരെന്ന് തന്നെ എഴുതാം. പേഴ്സൺ നെയിമേ. ഓക്കെ, പേഴ്സൺ നെയിം എന്ന് എഴുതിയിട്ട് നിങ്ങൾ പേഴ്സൺ നെയിം അല്ല, നിങ്ങളുടെ പേഴ്സൻ്റെ പേര് തന്നെ ഇവിടെ എഴുതണം. ഓക്കെ, ആ പേഴ്സൺ നെയിം ഇങ്ങനെ എഴുതിയിട്ട് അതിൻ്റെ താഴെ നിങ്ങളുടെ പേര്. ഓക്കെ, യുവർ നെയിം. മൂന്ന് വര. ഓക്കെ, 3 വര എഴുതിയിട്ട് നിങ്ങളുടെ ഇടയിൽ റിലേഷൻഷിപ്പിലാണോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആണോ, നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് നോക്കുക. നിങ്ങളുടെ തേർഡ് പാർട്ടി, നിങ്ങളുടെ ഇടയിലുള്ള തേർഡ് പാർട്ടി മാറണോ? അപ്പം എഴുതേണ്ടത് ഇങ്ങനെയാണ്. നിങ്ങളുടെ എഴുതുന്ന, ഇപ്പം ഞാനാണ് നിങ്ങളെന്ന് വെച്ചോ. ഓക്കെ, ഇപ്പം ഞാനിപ്പോൾ എങ്ങനെ പറഞ്ഞു മനസ്സിലായി, നിങ്ങൾ ഞാനാണ്. ഓക്കെ, അപ്പം ഞാൻ എഴുതുകയാണ്, എൻ്റെ പേഴ്സണും ഞാനും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഇടയിലുള്ള തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകണമെന്ന് എഴുതുകയാണ്. അപ്പോൾ ഞാനിങ്ങനെയാണ് എഴുതുന്നത്. എൻ്റെയും എൻ്റെ പേഴ്സൻ്റെ പേര് എഴുതുകയാണ്. പേഴ്സൻ്റെയും ഇടയിലുള്ള തേർഡ് പാർട്ടി ഇന്ന പേരറിയാമെങ്കിൽ ആ വ്യക്തി ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഒഴിഞ്ഞു പോയതിന് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. ഒഴിഞ്ഞു പോയി, അതിന് ഞാൻ നന്ദി പറയുന്നു. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പം അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? സലൈവ എടുക്കുക. സലൈവ എടുത്തതിന് ശേഷം നിങ്ങളുടെ പേഴ്സൻ്റെ പേരിൻ്റെ മുകളിൽ ഇങ്ങനെ, നിങ്ങളുടെ പേരിൻ്റെ മുകളിൽ ഇങ്ങനെ, പിന്നെ ഇതിലൊരു സർക്കിൾ വരയ്ക്കണം. ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കണം. സർക്കിൾ വരച്ചതിന് ശേഷം 3 വട്ടം വരയ്ക്കണം. വരച്ചതിന് ശേഷം ഇതിൻ്റെ ഇടയിൽ ഉപ്പുണ്ടല്ലോ, ഉപ്പ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യണം. ഓക്കെ, സ്പ്രെഡ് ചെയ്തതിന് ശേഷം നിങ്ങളിപ്പോൾ മെഴുകുതിരിയാണോ, ഇത് മെഴുകുതിരിയാണെന്ന് വെച്ചാൽ മെഴുകുതിരി കത്തിച്ച് വെച്ചിരിക്കുന്നത് നിങ്ങൾ ആ വൃത്തത്തിൽ ഇങ്ങനെ കാണിച്ച് അത് മൊത്തം കത്തി എരിഞ്ഞ് അതങ്ങനെ താഴെ, നിങ്ങൾ അടിയിലൊരു പേപ്പറും കൂടി വെച്ചേക്കണം, അല്ലെങ്കിൽ അത് മൊത്തം നിങ്ങളുടെ ആ തറയിലായിപ്പോവും. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ അടിയിലൊരു പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മെഴുകുതിരി എന്തെങ്കിലുമൊക്കെ വെച്ച് കത്തിച്ചിട്ട് ഈ പേപ്പറെല്ലാം കൂടെ കത്തി അതിൻ്റെ അകത്ത് വീഴണം. ചാരമായിട്ട് വീഴുമ്പോഴത്തേക്ക് തീ പിടിക്കരുത് കേട്ടോ.
അത് അവസാനം അതെല്ലാം അങ്ങോട്ട് പൊതിഞ്ഞെടുത്ത് നിങ്ങൾ നിങ്ങളുടെ സെപ്റ്റിക് മറ്റേ ക്ലോസറ്റിൽ ഇട്ടിട്ട് വെള്ളം ഒഴിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒഴുകുന്ന സ്ഥലത്ത്, ഒഴുക്ക് വെള്ളമുള്ള സ്ഥലത്ത് കൊണ്ടിടുകയാണെങ്കിൽ ഏറ്റവും ഭയങ്കര പവർഫുള്ളായിരിക്കും. നല്ല ഇതാണ് കേട്ടോ. പക്ഷേ ഞാനത്തേക്ക് ഇപ്പം നമ്മളുടെ പേരിൽ ആരെങ്കിലും നെഗറ്റീവ് എനർജി ചെയ്തെന്ന് വെച്ചോ, ഇപ്പം ഞങ്ങളുടെ വീട്ടിലോ അങ്ങനെ എന്തെങ്കിലും നെഗറ്റീവ് എനർജി ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് എതിരെ ചെയ്തെന്ന് വെച്ചോ, നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണെതിരെ ചെയ്തു. പേഴ്സൻ്റെ നെയിം, നിങ്ങളുടെ നെയിം എഴുതേണ്ട ഇങ്ങനെയാണ്: എൻ്റെയും എൻ്റെ പേഴ്സൻ്റെയും ഇടയിലുള്ള ബ്ലാക്ക് എനർജി, ബ്ലാക്ക് മാജിക് അല്ല, ബ്ലാക്ക് എനർജി എന്ന് എഴുതിയാൽ മതി. ബ്ലാക്ക് മാജിക് കുറച്ചുകൂടി സ്ട്രോങ് ആണല്ലോ. ബ്ലാക്ക് എനർജി വിട്ട് പോയി. നന്ദി നന്ദി നന്ദി. ഓക്കെ, ഇത് എഴുതിയതിന് ശേഷം നിങ്ങൾ താങ്ക് യു പറയണം. യൂണിവേഴ്സ് താങ്ക് യു, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു. ഞങ്ങളുടെ ഇടയിലുള്ള എല്ലാ ബ്ലാക്ക് എനർജിയും വിട്ടുപോയതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓക്കെ, താങ്ക് യു, 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 താങ്ക് യു. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇങ്ങനെ 3 വട്ടം നിങ്ങളത് വരയ്ക്കുക. ഓക്കെ, വരച്ചതിന് ശേഷം സലേവ എടുത്ത് നിങ്ങളുടെ പേഴ്സൻ്റെയും നിങ്ങളുടെയും പേരിൽ ആദ്യം ചെയ്യുക. അതിന് ശേഷം സലേവ ഇതിലോട്ട് പുരട്ടുക. ഈ സർക്കിളിൻ്റെ അകത്താണ്. പുരട്ടിയതിന് ശേഷം ഉപ്പ് വിതറിയിട്ട്, ഉപ്പെന്ന് പറയുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് എനർജിയെ ചെറുക്കുന്നതാണ്. ചില വീടുകളിലൊക്കെ എനർജി ഉണ്ടെങ്കിൽ ഉപ്പ് കിഴി കെട്ടിയിട്ട് എവിടെയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ്. അവരുടെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ഇട്ടേക്കാം. അങ്ങനെ ഇടാവോ എന്നൊന്നും അറിയത്തില്ല. ഒന്നാമത് ആദ്യത്തെ എൻ്റെ ഇതാ പ്രശ്നമായിട്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇതിലും അങ്ങനെയൊക്കെ ലിങ്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് പേടിയായതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇതിൽ ഞാനൊന്നും ഇടാത്തത്. അല്ലെങ്കിൽ ഞാൻ ലിങ്ക് ഇട്ട് തന്നെ നിങ്ങൾക്ക് അതൊരു ഹെൽപ്പാവും. നിങ്ങൾ എൻ്റെ ഫേസ്ബുക്കിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഫേസ്ബുക്കിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ലിങ്ക്, ഇംഗ്ലീഷിൻ്റെ ടാരോ റീഡിംഗ് ആണ്. അത് നല്ലതാണ്. അവർ സ്പെൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഒരു മെയിലാണ്. ഓക്കെ, പവർഫുള്ളാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അതിന് റിപ്ലൈ തന്നോളാം. ഓക്കെ, അപ്പോൾ ഇതാണ്. നിങ്ങൾക്ക് സൂട്ടാവുമെന്ന് വിചാരിക്കുന്നു. പവർഫുള്ളാണിത്, ഏറ്റവും നല്ല രീതിയിലുള്ള കാര്യമാണ്. ഒന്നും കൂടി പറയാം, നിങ്ങൾ 2 കളറിലെ പേന എടുക്കണം. ഒരു വരയില്ലാത്ത വെള്ള പേപ്പറും വേണം. ഓക്കെ, റെഡ് കളറും ബ്ലാക്ക് കളറും പെന്നാണ് നിങ്ങൾക്ക് വേണ്ടത്. റെഡ് കളർ പെന്ന് വെച്ച് നിങ്ങളുടെ പേരും പേഴ്സൻ്റെ പേരും 3 ലൈനും നിങ്ങൾ വരയ്ക്കണം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ പേര് എഴുതുക. അതിന് തൊട്ട് താഴെയായിട്ട് 3 ലൈൻ. ഓക്കെ, ഇതുപോലെ വരയ്ക്കണം. ഓക്കെ, അതേ റെഡ് കളർ തന്നെ നിങ്ങളുടെ പേരും എഴുതി 3 ലൈൻ റെഡ് പെന്ന് കൊണ്ട് തന്നെ വരയ്ക്കുക. അതിനുശേഷം നിങ്ങൾ എഴുതണം നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെ പേരെഴുതണേ. റിലേഷൻഷിപ്പിലുള്ള എല്ലാ ബ്ലാക്ക് എനർജിയും തകർത്തിരിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ് എന്ന് നിങ്ങളിങ്ങനെ എഴുതണം. ആ എഴുതുന്നത് ബ്ലാക്ക് പെന്നുകൊണ്ടായിരിക്കണം എഴുതേണ്ടത്. അതിനുശേഷം അതേ ബ്ലാക്ക് പെന്നുകൊണ്ട് തന്നെ അതിന് ചുറ്റും വൃത്തം വരയ്ക്കണം. 3 ലൈനാണ് വരേണ്ടത്. ഈ വരച്ചിരിക്കുന്നത് പോലെ നിങ്ങൾ 3. എന്നിട്ട് നിങ്ങളുടെ സലൈവ നിങ്ങളുടെ പേഴ്സൻ്റെ നൈമിലും നിങ്ങളുടെ നൈമിലും ആദ്യം പുരട്ടുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഉപ്പ് സ്പ്രെഡ് ചെയ്തിട്ട് നിങ്ങൾ എല്ലാം ദൈവത്തിനെ വിളിച്ചുകൊണ്ട് വേണം. എല്ലാം പോസിറ്റീവായിട്ട് നിങ്ങൾക്കിത് സംഭവിക്കുക തന്നെ ചെയ്യും. റിമൂവ് ആവുമെന്നുള്ള അത്രയും വിശ്വാസത്തോടു കൂടി വേണം ചെയ്യാൻ. ഓക്കെ, അതിനുശേഷം ബ്ലാക്ക് ആദ്യം നിങ്ങളുടെ പേഴ്സൻ്റേതിലും നിങ്ങളുടെ നൈമിലും എഴുതണം. കാരണം ആ റെഡ് കളർ കൊണ്ട് എഴുതിയിരിക്കുന്നതിൽ വേണം ആദ്യം ചെയ്യാൻ. ഓക്കെ,
നിങ്ങളുടെ പേരും നിങ്ങളുടെ പേഴ്സൻ്റെ പേരിലും ആദ്യം ചെയ്തതിന് ശേഷം പിന്നെ ബ്ലാക്കിൽ നിങ്ങൾ സലൈവ തൊടുക, ആ ഉപ്പ് അതിൽ തൊട്ട് സ്പ്രെഡ് ചെയ്യുക. അതിന് ശേഷം പിന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ പേരിലോ നിങ്ങളുടെ പേരിലോ അത് ആ കൈ വെച്ച് പിന്നെ തൊടാൻ നിൽക്കരുത്. പിന്നെ നിങ്ങളത് കത്തിക്കണം. കത്തിക്കേണ്ട രീതി അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ കത്തിക്കുക. ഒരുപാട് വിശ്വാസത്തോടെ അത് കത്തുന്ന സമയത്തൊക്കെ നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കണം. നിങ്ങളുടെ രണ്ടുപേരുടെയും റിലേഷനിലുള്ള ആ എനർജി, ആ ബ്ലാക്ക് എനർജിയാണ് ആ കത്തി എരിഞ്ഞ് തളർന്ന് ആ ഒരു പൊടിയായിട്ട് വീണിരിക്കുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഇത് ഒരു 7 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കുക. ചെറിയ ബ്ലാക്ക് എനർജിയൊക്കെ മാറിക്കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണൽ റീഡിങ് തന്നെ ചെയ്യുക. നിങ്ങളുടെ ഇതിലുള്ളത് പേഴ്സണൽ റീഡിങ് എടുക്കുക. അത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളെ കൊണ്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ.